ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനു വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. നമ്മുടെ ചുറ്റുപാടും ഉള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദുഃഖവും പ്രയാസങ്ങളും എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടായാലും, നമ്മുടെ കുടുംബത്തിലുള്ള അസമാധാനത്വം, ദാരിദ്ര്യം, പട്ടിണി, രോഗപീഠകൾ, കടബാധ്യത, തമ്മിൽ ഐക്യതയില്ലാത്ത അവസ്ഥ, ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട്. അവിടത്തേക്കു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വൈകാതെ തന്നെ കർത്താവ് നമ്മുടെ സഹായത്തിനെത്തും. കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, അനന്തമായി സ്നേഹിക്കുന്നു. സ്വന്തം ജീവൻ, ഓരോ തുള്ളി രക്തവും വെടിഞ്ഞ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം. അവിടുന്ന് വൈകാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്നത്ര എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ദുഃഖിച്ചും നിരാശയിലും വേദനിച്ചും ദുരിതപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സാന്ത്വനം നൽകുന്ന ഈ സങ്കീർത്തനം, ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന സങ്കീർത്തനം, അവിടുന്ന് നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടുന്ന ഈ സങ്കീർത്തനം നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം ഇടപെട്ട് നിങ്ങളെ സഹായിക്കും. അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ഹൃദയം തുറക്കാം. ഹൃദയ പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവലാതികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒരു നീർച്ചാല് തന്നെ ഉണ്ടാകും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. അവ എൻ്റെ തലമുടി ഇഴകളേക്കാൾ അധികമാണ്. എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു. കർത്താവേ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ.
എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ സങ്കീർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകനോടൊപ്പം ദൈവമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ മുന്നിൽ തുറക്കുന്നു. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളോട് കനിവുണ്ടാകാൻ, ഞങ്ങൾക്ക് മോചനം നൽകുവാൻ, ഞങ്ങൾക്ക് രക്ഷ നൽകുവാൻ കർത്താവേ, ഇനി വൈകരുതേ. അവിടുത്തെ കാരുണ്യവും കടാക്ഷവും കൃപയും അനുകമ്പയും സ്നേഹവും എല്ലാം ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ടായി. ഈ പ്രാർത്ഥനയിൽ കൂടി അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏത് ആവശ്യവും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും, നടക്കില്ലെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും അവിടുന്ന് ഇടപെട്ട് എത്ര നിസ്സാരമായാണ് ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ മഹാത്ഭുതം കാണാതെ പോകുന്ന ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമേലെയും അവിടുന്ന് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അസമാധാനത്വം എടുത്തു മാറ്റി ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയും ഐക്യതയില്ലായ്മയും മാറ്റി പരസ്പരം ശ്രദ്ധിക്കുവാനും, പരസ്പരം അനുകമ്പയോടെ പ്രവർത്തിക്കുവാനും, പരസ്പരം മനസ്സിലാക്കുവാനും ബഹുമാനിക്കുവാനും, സത്യം എന്തെന്ന് തിരിച്ചറിയുവാനുമുള്ള കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും, ഞങ്ങളോട് ഇടപഴകുന്ന എല്ലാ വ്യക്തികൾക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേൾക്കുവാൻ ഇനി താമസിക്കരുതേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ ഇനി വൈകരുതേ. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും കുറവുകളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തിപ്രാഭവത്തിൽ നിന്ന് ഞങ്ങളെ നോക്കി ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും, ഞങ്ങളുടെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയ, ജീവിക്കുവാൻ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയ എല്ലാ അവസ്ഥകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ കരകയറ്റണമേ. ഞങ്ങൾ പലപ്പോഴും ആത്മാർത്ഥമായി ജോലി ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും ധാരാളം തവണ ഞങ്ങൾ ശ്രമിച്ചപ്പോഴും ദൈവമേ, അതിൻ്റെ എല്ലാം പരിണത ഫലമായി ഞങ്ങളുടെ ഹൃദയത്തെ മുറിക്കുമാറ്, ഞങ്ങളുടെ ഹൃദയത്തിൽ തീരാ ദുഃഖത്തിലാഴ്ത്തി ഞങ്ങളെ വേദനയോടെ തിരിച്ചയച്ച എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലെ നന്മയെ കാണാതെ, കർത്താവേ, ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാതെ, പറഞ്ഞ രീതിയിൽ എടുത്ത് മനസ്സിലാക്കാതെ, കർത്താവേ, തെറ്റായ രീതിയിൽ ഞങ്ങളുടെ സംസാരം വ്യാഖ്യാനിച്ച് അത് മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമാക്കി ഞങ്ങളെ പരിഹസിച്ച് ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ച, അറിഞ്ഞോ അറിയാ തകർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഇപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലും കൂടുതലായി അവരെ അനുഗ്രഹിച്ച് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ അവരെ നയിക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു നിറഞ്ഞ്, ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് ഞങ്ങളുടെ ജീവനെ പുതുക്കണമേ. സത്യം മനസ്സിലാക്കുവാനും, സത്യം സംസാരിക്കുവാനും, സത്യം പറയുവാനും, സത്യം കേട്ടു മനസ്സിലാക്കുവാനും കർത്താവേ, ഞങ്ങളോടൊപ്പം എല്ലാവർക്കും, ഈ ലോകം മുഴുവനും അവിടുന്ന് കൃപ കൊടുക്കണമേ. നുണയുടെ ആത്മാവിനെ
ഞങ്ങൾ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കുന്നു. നുണയുടെയും കാപട്യത്തിൻ്റെയും ആത്മാവിനെ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി ആട്ടിപ്പായിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന്, അയൽപ്പക്കത്ത് നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് മുഴുവനും നുണയുടെയും കാപട്യത്തിൻ്റെയും ചതിവിൻ്റെയും വഞ്ചനയുടെയും ദുഷ്ടാത്മാക്കളെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. അതിനെ എന്നേക്കുമായി ആട്ടിപ്പായിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ക്ഷമയും സത്യവും സ്നേഹവും കാരുണ്യവും കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ ലോകം മുഴുവനും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ കാൽവയ്പ്പുകളും അങ്ങയിൽ ആസ്പദമാക്കി ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നു. അങ്ങയുടെ സ്തുതികളെ ഞങ്ങളുടെ അധരങ്ങളിൽ നിക്ഷേപിക്കണമേ. അങ്ങ് നൽകുന്ന ഓരോ ദിവസവും, അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹത്തെയും പ്രതി നന്ദി പറയുവാൻ, കർത്താവേ അങ്ങയിൽ ശരണം വയ്ക്കുവാൻ ദൈവഭയം നൽകി, ദൈവത്തോട് കൃതജ്ഞത നൽകി, ദൈവവിശ്വാസവും വിശ്വസ്തതയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രയാസ സമയങ്ങളിൽ എല്ലാം തീർന്നു, ഇനിയൊന്നുമില്ല, ഇനി ആരുമില്ല സഹായിക്കാൻ, ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത വേളകളിൽ ഞങ്ങൾ അന്യദേവന്മാരെ സമീപിച്ചിട്ടുണ്ട്. കർത്താവേ, ഭാവി പറയുന്നവരുടെ അടുത്ത് പോയി ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, നല്ലതോ ചീത്തയോ ഒന്ന് പറയാമോ എന്ന് കരുതി ധാരാളം ദുർമന്ത്രവാദികളുടെ അടുത്ത്, കൈനോട്ടക്കാരുടെ അടുത്ത്, ഭാവി പറയുന്നവരുടെ അടുത്ത്, ഇവരുടെ എല്ലാം അടുത്ത് ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇത് വലിയ തെറ്റാണ് എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്തെന്നാൽ ഒന്നാം കൽപ്പനയ്ക്ക് എതിരായ ഇത്തരം വലിയ പാപങ്ങൾ ഞങ്ങൾ അനവധി ചെയ്തിട്ടുണ്ട്. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇത് ഇങ്ങനെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയെല്ലാം ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. ദൈവം എന്നെ സഹായിക്കാൻ വൈകുന്നു എന്ന് കരുതി സഹായത്തിനായി മറ്റു വ്യക്തികളുടെയും ശക്തികളുടെയും അടുത്ത് ഞാൻ പോയി. കർത്താവേ, ഇത് ഒന്നാം കൽപ്പനയ്ക്ക് വിപരീതമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും ആരാധിക്കുകയും സ്തുതിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്ന തിരുവചനത്തിന് എതിരെ ഞാൻ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ തകർച്ചകൾ മാറുവാൻ, എൻ്റെ കടബാധ്യതകൾ മാറുവാൻ, എൻ്റെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ മാറുവാൻ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയെ വീണ്ടെടുക്കുവാൻ, എൻ്റെ പഠനത്തിൽ ഉയർച്ച കിട്ടുവാൻ, എൻ്റെ ബിസിനസ്സിൽ ഉയർച്ച കിട്ടുവാൻ, കർത്താവെ, അനേകം തവണ ദൈവത്തെ ഉപേക്ഷിച്ച് ഞാൻ അന്യദേവന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞാൻ കരുതി എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ പഠനം, എൻ്റെ കുടുംബം എല്ലാം, ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പെട്ടെന്ന് ലഭിക്കുവാൻ ഇത്തരം കുറുക്കുവഴികൾ ഞാൻ ഉപയോഗിച്ചു. എന്നാൽ ഈ നിമിഷം അത് തിന്മയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും ഈ സമയം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അവിടുന്ന് കാണണമേ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും അനുസരിക്കുന്നതിനും എതിരായി ഞാൻ ചെയ്തു പോയ എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ഒന്നാം കൽപ്പനയ്ക്കെതിരായി ഞാൻ ഇന്നോളം പ്രവർത്തിച്ച പാപങ്ങളെ ഓരോന്നായി ഞാനിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വെറുത്തുപേക്ഷിക്കുന്നു. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് പരാജയം കൊണ്ടുവരുന്നു, ഇപ്പോൾ എനിക്ക് ദുഃഖം കൊണ്ടുവരുന്നു, ഇപ്പോൾ എനിക്ക് രോഗം കൊണ്ടുവരുന്നു. എൻ്റെ കർത്താവേ, അങ്ങയോട് ഞാൻ ആലോചന ചോദിക്കാതെ ചെയ്ത കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ മാപ്പ് ചോദിക്കുന്നു. ഇന്നു മുതൽ അങ്ങയുടെ കാരുണ്യാർത്ഥം എൻ്റെ എല്ലാ ജീവിത അവസ്ഥകളിലും എനിക്ക് മോചനം നൽകി, അനുഗ്രഹവും വിജയവും നൽകി, മഹത്വം നൽകി. ഞാൻ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായി
വിജയവും മഹത്വവും ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, അങ്ങ് കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇപ്പോൾ വേദന എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയവും നിരാശയും ദുഃഖവും എടുത്തു മാറ്റുന്ന കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ അനേകരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. അനേകരുടെ ഹൃദയത്തിൽ നിന്ന് വലിയ ദുഃഖവും ഭാരവും നിരാശയും മുറിവുകളും ഉണക്കി കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക, കർത്താവായ ദൈവം നിന്റെ പക്ഷത്തുണ്ട്. നിന്റെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ ആരും നിനക്കെതിരെ നിൽക്കത്തില്ല. ആരും നിനക്കെതിരെ പ്രവർത്തിച്ചാലും ദൈവം നിന്നോടൊപ്പം ഉള്ളതിനാൽ അവരുടെ ആരുടെയും പ്രവർത്തനങ്ങളെ നിന്നിൽ ഏൽക്കുകയില്ല. അതിനാൽ വിശ്വസിക്കുക, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന ദൈവം നിന്റെ കരം പിടിച്ച് ഉയർത്തുന്നു. നീ ആ കരത്തിൽ, ആ ശക്തമായ കരത്തിൽ പിടിച്ച്, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കുവാൻ വേഗം വരണമേ, എന്നെ അനുഗ്രഹിക്കുവാൻ ഇനി വൈകരുതേ, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റുവാൻ, പ്രശ്നങ്ങളെ മാറ്റുവാൻ, ഇല്ലായ്മകളെയും അബദ്ധങ്ങളെയും മാറ്റുവാൻ, ദൗർഭാഗ്യങ്ങളെ മാറ്റുവാൻ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വേഗം വരണമേ. എന്നെ സഹായിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ. എൻ്റെ കുടുംബത്തിലെല്ലാവരും ഐക്യതയോടെ ജീവിക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ. എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ കാരണമായ വസ്തുതർക്കം, വസ്തു വിഭജിക്കുന്നത്, കർത്താവേ, ഇതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഇപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വസ്തുവിനും വീടിനും മറ്റു സ്വത്തുക്കൾക്കും വേണ്ടി ജീവൻ പണയം വെച്ച് കലഹത്തിൽ കഴിയുന്ന, കോടതി കേസുകളിൽ കഴിയുന്ന എല്ലാവർക്കും ഇപ്പോൾ തന്നെ ദൈവിക മനസ്സാന്തരമുണ്ടായി, പശ്ചാത്താപമുണ്ടായി, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവ് നൽകാത്തതൊന്നും നമുക്ക് വേണ്ട. കർത്താവ് നൽകുന്നതാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാക്കുന്നത്. കർത്താവ് എന്ത് തരുന്നോ അത് അനുഗ്രഹമാണ്. അത് നന്മയോ തിന്മയോ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൽ നിന്നും വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ ഉയർത്തുന്നതിനു വേണ്ടി, നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ്. അത് ശത്രു അപഹരിച്ചു കളയുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ്. നമ്മെ ഓർത്ത് പരിഹസിക്കുന്നവരെ, നമ്മെ അപമാനപ്പെടുത്തിയവരെ, നമുക്കെതിരെ അപവാദങ്ങൾ ധാരാളമായി പറഞ്ഞ് അട്ടഹസിച്ച് നമ്മെ പരിഹസിച്ച എല്ലാവരുടെയും മുൻപിൽ ആ പരിഹാസം കേട്ട് വിശ്വസിച്ച, സത്യം എന്തെന്ന് അറിയാതെ ആരൊക്കെയോ നമുക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞത് വിശ്വസിച്ച് ആ സത്യം എന്തെന്ന് അന്വേഷിക്കാൻ പോലും മെനക്കിടാതെ ആ നുണയെ വിശ്വസിച്ച് ഇത്രയും നാൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അനേകരെ നാം മാറ്റി നിർത്തി. കർത്താവെ, ഈ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ തിന്മകളെയും നിരൂപിച്ച എല്ലാവർക്കും ഇപ്പോൾ തന്നെ ശാശ്വതമായ അനുഗ്രഹം, കാരുണ്യം, ക്ഷമ, മാനസാന്തരം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെയും ഉപദ്രവിച്ചവരെയും, ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരെയും, ഞങ്ങളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ടവരെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. മക്കളുടെ പഠനത്തിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. ബിസിനസ്സിലുള്ള തകർച്ചയിൽ അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, വിവാഹ ജീവിതം നടക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം എങ്ങനെ ജീവിക്കണമെന്നറിയാതെ, കൃപയില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത, തലമുറകളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളെ നോക്കാൻ കഴിവില്ലാതെ
ഉപേക്ഷിച്ചു കളഞ്ഞവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ അനുസരണക്കേട് കാരണം അവരോട് കോപം വെച്ച് പുലർത്തുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുസരണമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അരക്ഷിതാവസ്ഥയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പട്ടിണിയും ദാരിദ്ര്യവും സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പാപങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ നിരാശയിലും ദാരിദ്ര്യത്തിലും തകർച്ചയിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ തന്നെ പാപങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പഠനത്തിനും ജോലിക്കും വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിസയ്ക്കും PR-നും വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമായി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഡയാലിസിസിന് ധാരാളം പണം ചെലവാക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദ്രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തിൻ്റെ എല്ലാ വേദനകളും എല്ലാ നീർക്കെട്ടും കഫക്കെട്ടും ജലദോഷവും വിട്ടുമാറാത്ത പനിയുമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചകളും ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ തകർച്ചകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ദുർമന്ത്രവാദവും എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും പൈശാചിക പീഡനങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ നീ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവേ, അവിടുന്ന് ഒരു പുതു ചൈതന്യം നൽകി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരിലേക്കും അവിടുന്ന് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ചൊരിയട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.